നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള നാർസിസ്റ്റിക് ആയിട്ടുള്ള പുരുഷന്മാരിലെ 4 പ്രധാനപ്പെട്ട മൂഡുകളെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ദിവസം ഇവർ ഭയങ്കര ചാമിങ് ആയിട്ടാണ് കാണപ്പെടുക എങ്കിൽ അടുത്ത ദിവസം ഭയങ്കര ജനറസ് ആയിട്ട് വളരെയധികം ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരാളായിട്ട് കാണപ്പെടും. അപ്പോൾ നമുക്ക് ഇവരെ വളരെ ഐഡിയൽ ആയിട്ടുള്ള ആദർശവാനായിട്ടുള്ള പാർട്ണറായിട്ടും മകനായിട്ടും ഒക്കെ തോന്നും. തൊട്ടടുത്ത ദിവസം അങ്ങേയറ്റം കോൾഡ് ആയിട്ടുള്ള ഇറിറ്റബിൾ ആയിട്ടുള്ള അങ്ങേയറ്റം അരഗൻസും ദേഷ്യവും റേജും ഒക്കെ കാണിക്കുന്ന ഒരാളായിട്ടായിരിക്കും ഇതേ വ്യക്തി തന്നെ കാണപ്പെടുക. കുറച്ചുനാൾ കഴിയുമ്പോൾ വിക്ടിം ആവുന്ന വ്യക്തി ഇവരുടെ ഈ മാറി മാറി വരുന്ന ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മൂഡുകളെ വളരെയധികം ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിട്ട് മാറും. ഇവരുടെ വോയിസ് ടോൺ എപ്പോഴൊക്കെ ചേഞ്ച് ആവുന്നുണ്ട് എന്ന് നിങ്ങൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. ഇവരുടെ ബോഡി ലാംഗ്വേജ് എപ്പോഴൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്, ഇവരുടെ മുഖഭാവങ്ങൾ എപ്പോഴൊക്കെ മാറുന്നുണ്ട്. ഇന്ന് എനിക്ക് ഏത് വേർഷൻ ആണാവോ നേരിടേണ്ടി വരുന്നതെന്ന് വ്യക്തിമായിട്ടുള്ള വ്യക്തി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സമൂഹത്തിൽ ഈ കാര്യങ്ങൾ പറയുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും മനസ്സ് ശുദ്ധനാണ് കേട്ടോ, നല്ലതാണ് കേട്ടോ. കാരണം ഈ ചുറ്റുമുള്ളവർ സമൂഹം എന്ന് പറയുന്ന ആൾക്കാർ കാണുന്നത് മാന്യന്റെ മുഖംമൂടിയാണല്ലോ നാർസിസ്റ്റിന്റെ. ക്ലിനിക്കൽ സൈക്കോളജിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നാർസിസ്റ്റുകളുടെ ഈ മൂഡ് സ്വിങ്ങുകൾ വെറും നോർമൽ ആയിട്ടുള്ള മൂഡ് സ്വിങ്ങുകൾ മാത്രമല്ല, വളരെ വ്യത്യസ്തമായ യുണീക്കായ പ്രെഡിക്റ്റബിൾ ആയ മൂഡുകളാണ്. ഈ നാർസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് സപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ അവരൊരു ഗ്രാൻഡിയർ മൂഡിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ സമയത്ത് വളരെ ലിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു മൂഡിലായിരിക്കും ഇവരുണ്ടായിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് സപ്ലൈകളൊന്നും കിട്ടാതെ വരുമ്പോൾ, ഇവരുടെ സപ്ലൈകൾ ഇവരെ അനുസരിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇവർക്കിടയിൽ ബൗണ്ടറീസ് വെക്കുമ്പോൾ, ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഇവർക്കൊരു നാർസിസ്റ്റിക് ഇഞ്ചുറി സംഭവിക്കും. ആ സമയത്ത് ഇവരുടെ മൂഡ് എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിക് റേജ് വരുന്ന രീതിയിലേക്കായിട്ടുള്ള ഒരു മൂഡായിരിക്കും. ഇവരുടെ 4 പ്രധാനപ്പെട്ട മൂഡുകളിലെ ഒന്നാമത്തെ മൂഡ് എന്ന് പറയുന്നത് ഗ്രാൻഡിയോസ് ആൻഡ് ചാമിങ് മൂഡ്, ഹീറോ ഫേസ് എന്ന് ഇതിനെ വിളിക്കാം. ഈ ഒരു പർട്ടിക്കുലർ മൂഡാണ് ആദ്യമേ തന്നെ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാരെ ഈ വ്യക്തിയുമായിട്ട് ഹുക്ക് ചെയ്യുന്നതും വളരെയധികം വർഷങ്ങൾ ഈ പറയുന്ന വ്യക്തിയുമായിട്ട് ട്രോമ ബോണ്ടഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബോണ്ടഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വിക്ടിംസിനെ പ്രേരിപ്പിക്കുന്നത്. ഈ ഒരു ഫേസിൽ നാർസിസ്റ്റിന് ഒരുപാട് ഡോപ്പമിൻ ഉണ്ടാകുന്നുണ്ട് അവരുടെ ബ്രെയിനിൽ. അതുകൊണ്ട് തന്നെ വളരെ സുപ്പീരിയർ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന, അവർക്ക് ആവശ്യത്തിലധികം അഡ്മിറേഷൻ കിട്ടുന്ന, അവർക്ക് കൺട്രോൾ ഉള്ള ഒരു എൻവയോൺമെന്റിലായിരിക്കും നാർസിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പോഴാണ് നാർസിസ്റ്റിന്റെ ഈ ഗ്രാൻഡിയോസ് മാസ്ക് എന്ന് പറയുന്ന മൂഡ് നാർസിസ്റ്റ് എടുത്ത് അണിയുന്നത്. ഈ ഗ്രാൻഡിയോസ് മൂഡിലുള്ള നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി എങ്ങനെയാണ് കാണപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കമ്മ്യൂണിറ്റി ലീഡറായിട്ടും കുടുംബനാഥനായിട്ടും കുടുംബത്തിന്റെ കാവൽ വിളക്കായിട്ടും ഒക്കെ ആയിരിക്കും അവരവരെ തന്നെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. അവർ നാട്ടുകാരോടും ചുറ്റുമുള്ള ആൾക്കാരോടും ഒക്കെ കാണിക്കുന്നത്. ഇവര് വലിയ ഡിന്നർ പാർട്ടി അല്ലെങ്കിൽ ഒരു ഡിന്നറിലേക്ക് കുടുംബത്തിനെ, ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനെയും കൊണ്ടുപോകും, അല്ലെങ്കിൽ വലിയ വലിയ ഇവന്റുകൾ കണ്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ എല്ലാവരോടും ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവരെ പറ്റിയിട്ടുള്ള വലിയ ഇവരുണ്ടാക്കിയിരിക്കുന്ന ഭയങ്കര കണക്ഷൻസിനെ പറ്റിയിട്ടും ഇവരുടെ മേന്മകളെ പറ്റിയിട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം ഇത്തരം ആൾക്കാർക്ക് ഈ ഒരു ഗ്രാൻഡിയോസ് സ്പേസ് ഉണ്ടായിരിക്കും. വളരെ സുപ്രീം ആയിട്ടുള്ള കോൺഫിഡൻസോടുകൂടിയായിരിക്കും ഇവർ ഈ സമയങ്ങളിലൊക്കെ സംസാരിക്കുന്നത്. ഇവരുടെ പാർട്ണറിനും സുഹൃത്തുക്കൾക്കും ഒക്കെ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കൊടുക്കും, ഇവരുടെ പാരന്റ്സിനും ഗിഫ്റ്റുകളൊക്കെ കൊടുക്കും. വളരെ ലവിങ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് പാർട്ണറായിട്ട് ഇവരെ അഭിനയിച്ച് കാണിക്കുന്ന ഗ്രാൻഡിയോസ് ഫേസ് ആയിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ചാം എന്ന് പറയുന്നത് കണ്ടീഷണലാണ്. ഇവരെ എപ്പോഴും പ്രൈസ് ചെയ്യുന്ന ഓഡിയൻസ് ആയിട്ട് ഇവർക്ക് ചുറ്റുമുള്ള ആൾക്കാർ നിൽക്കുന്നത് കൊണ്ടാണ് ഇവർ വളരെ ഹാപ്പി ആയിട്ട് ഈ സ്റ്റേറ്റിൽ നിലനിൽക്കുന്നത്. ഏതെങ്കിലും മൊമെന്റിൽ ആരെങ്കിലും ഇവരുടെ അതോറിറ്റി ചോദ്യം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, ഇവർക്ക് വേണ്ട അറ്റൻഷൻ കൊടുക്കാതിരുന്നാൽ, ഇവരെ ചോദ്യം ചെയ്താൽ ഇവരുടെ മൂഡ് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ്ലി ഇല്ലാതാകുന്നത് കാണാനായിട്ട് കഴിയും. നാർസിസ്റ്റിക് അബ്യൂസ് വിക്ടിംസ് ആയിട്ടുള്ളവർക്കും അതിന്റെ സർവൈവേഴ്സ് ആയിട്ടുള്ളവർക്കും വേണ്ടിയിട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന പിയർ സപ്പോർട്ട് സെഷൻ ഇപ്പോൾ ഞാൻ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടുത്ത വീക്കിലേക്കുള്ള സ്ലോട്ട്സ് ഓപ്പൺ ആണ്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുക. ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരമായി കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു സെഷൻ ആയിരിക്കും അത്. രണ്ടാമത്തേത് ഇവരുടെ ഭീകരമായിട്ടുള്ള നാർസിസ്റ്റിക് റേജ് മൂഡ്, ദ എക്സ്പ്ലോഷൻ. ഇത് ഞാൻ ആദ്യം പറഞ്ഞ ഗ്രാൻഡിയോസ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സെക്കൻഡ് മൂഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ടെറിഫൈങ് ആയിട്ടുള്ള ഒരു മൂഡാണ് നാർസിസ്റ്റുകളുടെ. ഈ നാർസിസ്റ്റിനെ കുറച്ചെങ്കിലും നമ്മൾ വിമർശിച്ചു തുടങ്ങുമ്പോൾ, അവർക്കിടയിൽ ഒരു ബൗണ്ടറി വെച്ച് തുടങ്ങുമ്പോൾ, അവർക്ക് വേണ്ട സ്പേസ് കൊടുക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അവരുടെ ഈഗോയ്ക്ക് വളരെ വലിയൊരു ത്രെട്ടാണ്. ഈ നാർസിസ്റ്റിനെ ഷെയിം ഹാൻഡിൽ ചെയ്യാനുള്ള ഇമോഷണൽ റെഗുലേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ നെർവസ് സിസ്റ്റം പെട്ടെന്ന് തന്നെ ഒരു ഫൈറ്റ് റെസ്പോൺസിലേക്ക് പോകും. ഇതിനെയാണ് സയന്റിഫിക്കലി നാർസിസ്റ്റിക് റേജ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളോട് പറയാതെ അവർ ചെയ്ത ഒരു എക്സ്പെൻസിനെ പറ്റിയിട്ട് നിങ്ങൾ ചോദ്യം ചെയ്യുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൊമസ്റ്റിക് ആയിട്ടുള്ള ജോലി, വീട്ടിലേക്കുള്ള ജോലികൾ നിങ്ങൾ ചെയ്തു തരുന്നില്ല, അതൊന്നും ചെയ്യൂ എന്നെങ്ങാൻ പറയുകയെന്നെങ്ങാൻ ചെയ്തു കഴിഞ്ഞാൽ, ഒരു ഹെൽത്തി ആയിട്ടുള്ള വ്യക്തിയോടാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അവർ വളരെ കാമായിട്ടായിരിക്കും അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ഈ മൂഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ വളരെയധികം നാർസിസ്റ്റിക് റേജ് കാണിക്കും നിങ്ങളോട്. അവരെ അലറും, കതവ് പിടിച്ചടയ്ക്കും, സാധനങ്ങൾ വലിച്ചുടയ്ക്കും, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു മാന്യതയും ഇല്ലാതെ സംസാരിക്കും. ഇത് പ്രധാനമായിട്ട് നിങ്ങളെ സെൽഫ്
സെൽഫ് എസ്റ്റീം അങ്ങേയറ്റം തകർത്ത് കളയാൻ വേണ്ടി തന്നെ ഇവർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മാപ്പ് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ വീണ്ടും സോറി പറഞ്ഞുകൊണ്ട്, ഇനി നിങ്ങൾ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരടുത്ത് നിങ്ങൾ തിരിച്ചു ചെല്ലണം. ഇവർക്ക് വീണ്ടും ഡോമിനൻസ് നിങ്ങൾ പൂർണ്ണമായിട്ടും ചെലുത്തണം. അതിനുവേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതിനുവേണ്ടി തന്നെയാണ് അനാവശ്യമായിട്ട് ഇത്തരം ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സീൻ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തേത് വളരെ കോൾഡ് ആയിട്ടുള്ള പാസീവ് അഗ്രസീവ് ആയിട്ടുള്ള ഐസേജ് മൂഡ്. ഇവര് സ്റ്റോൺ വാൾ ചെയ്യുന്ന സമയം എന്ന് ഇതിനെ വിളിക്കാം. ഈ നാർസിസ്റ്റിക് റേജ് എന്ന് പറയുന്നത് ഇവരുടെ ലൗഡ് വെപ്പൺ ആണെങ്കിൽ, ഈ ഐസേജ് മോഡ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു സൈലന്റ് വേർഷൻ ഓഫ് അബ്യൂസ് അല്ലെങ്കിൽ സൈലന്റ് വേർഷൻ ഓഫ് ടെറിഫൈങ് ആയിട്ടുള്ള ഒരു മൂഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ മൂഡിലാണ് ഇവർ സ്റ്റോൺ വാൾ ചെയ്യുകയും സൈലന്റ് ട്രീറ്റ്മെന്റ് നടത്തുകയും ചെയ്യുന്നത്. അവർ പൂർണ്ണമായിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് നിങ്ങളുടെ അടുത്ത് കാണിച്ചുകൊണ്ട് നിങ്ങളെ പണിഷ് ചെയ്യും. ന്യൂറോളജിക്കൽ സ്റ്റഡീസിൽ വളരെയധികം പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ സോഷ്യൽ റിജക്ഷൻ എന്ന് പറയുന്നത്. എല്ലാവരും ഇഗ്നോർ ചെയ്യപ്പെടുന്ന ഒരു ഫീലിംഗ്, ചുറ്റുമുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുന്ന പോലുള്ള ഫീലിംഗ്, അത് കൂടുതൽ നമ്മളിൽ ക്രിയേറ്റഡ് ആയി കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ ഇഞ്ചുറി പോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിൽ ഫീൽ ചെയ്യുന്നത്. തീവ്രമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ പെയിൻ നിങ്ങളിൽ ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ടാക്ടിക്സ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ എടുക്കുന്നത്. ഇതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് ഈ റിയൽ ലൈഫിൽ വീട്ടിലുള്ളപ്പോൾ തന്നെ നമ്മളില്ലാത്ത രീതിയിൽ, നമ്മളെ കാണാത്ത രീതിയിൽ നമ്മുടെ കണ്ണിന് മുമ്പ് കൂടെ ഇവർ ഇങ്ങനെ നടന്നു പോകും. എന്നിട്ട് ഇവർ ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടെ അടുത്തൊക്കെ നല്ല രീതിയിൽ ഇവർ സംസാരിക്കുന്നുണ്ടായിരിക്കും. വൺസ് നമ്മുടെ മുഖത്തേക്ക് നോക്കി കഴിയുമ്പോൾ ഇവർ വേറൊരു മോഡിലേക്കാവും. ഇവരെന്തോ വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു മോഡൽ, അല്ലെങ്കിൽ നമ്മൾ അവിടെ എക്സിസ്റ്റേ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇവർ വീട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഇവരുടെ റൂമിലേക്ക് കയറി വരുമ്പോൾ ഇവർ പെട്ടെന്ന് ഇറങ്ങിപ്പോകും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് തരുന്ന രീതിയിലുള്ള ഒരു ഇറങ്ങിപ്പോക്കായിരിക്കും കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ തന്നെ വന്ന് നിങ്ങൾ കാണെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ഇവരങ്ങ് പോവും. ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത പോലെ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കുന്ന പോലെ അവർ അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ. നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഒരു ബ്രേക്ക് ഡൗണിലേക്ക് എത്തുന്ന വരെ ഇവർ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ നിങ്ങളത് സഫർ ചെയ്ത് നിങ്ങൾക്ക് അവസാനം ഒരു നിവൃത്തിയില്ലാതെ നിങ്ങൾ കരഞ്ഞു കാല് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്ന് നിങ്ങൾ അവസാനം ചെന്ന് സോറി പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇത് സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ള ശ്രമം നടത്തുന്ന ഒരു സ്റ്റേറ്റ് വരെ ഇവർ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നാലാമത്തേത് കോവേർട്ട് വിക്ടിം ആൻഡ് മാർട്ടയർ മൂഡ്. ഇവിടെയാണ് നാർസിസ്റ്റ് ഫേക്ക് ആയിട്ടുള്ള സഹതാപ തരംഗങ്ങൾ ഉണ്ടാക്കി വിക്ടിം കാർഡ് ഇറക്കുന്നത്. നാർസിസ്റ്റിന്റെ വിക്ടിം കാർഡ് ഇറക്കൽ പരിപാടി എന്ന് തന്നെ വിളിക്കാം. എനിക്ക് തോന്നുന്നു ഈ 4 മൂഡുകളിലെ ഏറ്റവും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മൂഡാണ് ഈ പറയുന്ന മൂഡ് എന്ന് പറയുന്നത്. വളരെ വൾണറബിൾ ആയിട്ട് സെൽഫ് പിറ്റി കാണിക്കുന്ന നാർസിസ്റ്റ്. ഒരു നാർസിസ്റ്റിന് ചാമോ ഇന്റിമിഡേഷനോ ഉപയോഗിച്ച് നിങ്ങളെ വിൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അവർ സഹതാപ കാർഡ് ഇറക്കി, വിക്ടിം കാർഡ് ഇറക്കി ഒരു കോവേർട്ട് നാർസിസ്റ്റിക് സപ്ലൈ കിട്ടാനുള്ള ശ്രമം നടത്തും. അവരവരുടെ ഉള്ളിലെ നാണക്കേട് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് കാണിക്കും. ക്രൂരമായ ലോകത്തിന്റെ ട്രാജിക് ആയിട്ടുള്ള വിക്ടിം അവരാണെന്നും എല്ലാവരും അവർക്കെതിരെ ഗൂഢാലോചന നടത്തി അവരെ തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെയാണ് നാർസിസ്റ്റുകളുടെ വിക്ടിമായിട്ടുള്ള അഭിനയ പ്രകടനങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇവരൊരു റൂമിന്റെ സൈഡിലൊക്കെ പോയിരുന്ന് ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തവനാണ്, എന്തെല്ലാം സഹിച്ചവനാണ്, എന്തെല്ലാം അനുഭവിച്ചവനാണ്, എന്നിട്ടും എനിക്ക് ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നു, ഇതാണ് എന്റെ അവസ്ഥ, എന്തൊക്കെയോ ആകേണ്ടിയിരുന്ന എന്റെ ജീവിതം ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചു, എന്നിട്ടും എന്നോട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്. ഇവരുടെ എന്തെങ്കിലും ചെറിയ ഹെൽത്ത് ഇഷ്യൂ, അല്ലെങ്കിൽ ഇവർക്ക് വർക്കിലുള്ള എന്തെങ്കിലും സ്ട്രെസ്സോ, അല്ലെങ്കിൽ പാസ്റ്റിൽ ലവ് ബോംബിംഗ് സ്റ്റേജിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന എന്തെങ്കിലും കാര്യം ഇവരെ എടുത്തുകൊണ്ടിട്ട് നിങ്ങളിൽ ഗിൽറ്റ് ഉണ്ടാക്കാൻ വേണ്ടി, കുറ്റബോധം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായി ഒരു ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി നിങ്ങൾ ഇവർക്കിടയിൽ വെക്കുമ്പോൾ നിങ്ങളാണ് പ്രോബ്ലം, അല്ലെങ്കിൽ അവരായിരുന്നു വിക്ടിം ആയത്, നിങ്ങളാണ് അബ്യൂസ് ചെയ്തത് എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തുകൊണ്ട് ഒരു പണിഷ്മെന്റ് അവരങ്ങ് തരും. ഇപ്പൊ വിക്ടിം ആയിട്ടുള്ള വ്യക്തി ഇവിടെ അവരെ ഹാം ചെയ്ത വ്യക്തിയെ തന്നെ വീണ്ടും കംഫർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ പല മൂഡുകളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ പല മൂഡിലേക്കും ഇവരിങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൂഡും ഇതിനനുസരിച്ച് മാറുന്നുണ്ട്. നമ്മളെ മാനസിക നില വളരെയധികം ഇങ്ങനെ റോളർ കോസ്റ്റർ പോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിന്റെ പിറകിലെ സയന്റിഫിക് ആയിട്ടുള്ള കാരണങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ ചാംനെസ് കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുവിധം കാമാവുന്ന ഒരു സ്റ്റേറ്റിലേക്ക് ആയിരിക്കും. പിന്നെ ഇവർ ദേഷ്യം കാണിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പാനിക് ആവും. പിന്നെ ഇവർ സൈലന്റ് ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ഇവരുടെ കാല് പിടിക്കും. എന്നിട്ട് ഇവർ വിക്ടിം കളിക്കുമ്പോഴോ നമുക്ക് അനാവശ്യമായിട്ടുള്ള കുറ്റബോധം തോന്നും. അങ്ങനെ നമ്മുടെ നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന റിമോട്ട് കൺട്രോൾ ആയിട്ട് ഈ വ്യക്തി മാറുകയാണ്. ഇവരുടെ ഒരു പാത്തോളജിക്കൽ ആയിട്ടുള്ള ഈ നാർസിസത്തിന്റെ എഞ്ചിനിലെ ഗിയർ ചേഞ്ചസ് ആണ് ഈ മൂഡ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ നേരിടാൻ പറ്റും വളരെ ഫലപ്രദമായിട്ട്. ഇതിൽ ഒന്നാമത്തെ സർവൈവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതിന്റെ കാരണം നമ്മളല്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. കാരണം ഇവരുടെ മൂഡ് ചേഞ്ചസ് ഇവരുടെ പാത്തോളജിക്കൽ ഡിസോർഡർ കാരണം ഉള്ളതാണ്. അത് കാരണമാണ് ഇവരിങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മൂഡുകളിലേക്ക് മാറുന്നത്. അതിന്റെ ഉത്തരവാദിത്വം ഒരിക്കലും നമ്മളല്ല, അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസിന്റെ
റിയാക്ഷൻ ആയിട്ടല്ല അവരിൽ ഈ മൂഡ് ചേഞ്ചസ് ഉണ്ടാകുന്നത് എന്നുള്ളത് പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഈ മൂഡ് ചേഞ്ചസ് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് ഉള്ള ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാവും. കാരണം അപ്പോഴാണ് നമുക്ക് ഇവരെ ഫിക്സ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ശരിയായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് നമ്മൾ എത്തുന്നത്. രണ്ടാമത്തേത് ഗ്രേ റോക്ക് മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുക. ഇവർ ഈ റേജ് സ്റ്റേറ്റിൽ പോയിട്ട് ഐസൈസ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ പല സൈലന്റ് ട്രീറ്റ്മെന്റിൽ നിന്നും അല്ലെങ്കിൽ റേജിലേക്കും ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ നിങ്ങൾ അവിടെ ഇമോഷണൽ റിയാക്ഷൻ കൊടുത്തുകൊണ്ട് ഇവരെ ഫീഡ് ചെയ്യരുത്. ഇവർക്ക് ആ ഒരു ഇമോഷണൽ റിയാക്ഷൻ എന്ന് പറയുന്നത് അന്നമാണ്. അത് ഇരിക്കുന്നതിലൂടെയാണ്, അത് കൊടുക്കാതെ ന്യൂട്രൽ ആയിട്ടുള്ള കാമായിട്ടുള്ള ഒന്നോ രണ്ടോ വാക്കുകളിലുള്ള സ്റ്റേറ്റ്മെന്റുകളിലൂടെ സംസാരം നിർത്തിക്കൊണ്ട് നിങ്ങൾ അത് മാനേജ് ചെയ്യണം. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇവരുടെ ഗിൽറ്റ് ട്രാപ്പിൽ വീഴരുത് എന്നുള്ളതാണ്. ഇവര് രക്തസാക്ഷി കളിക്കുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഉള്ള ശ്രമം അല്ലെങ്കിൽ കുറച്ചൊന്ന് അയച്ചു കൊടുക്കാം എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കരുത്. എപ്പോഴും നിങ്ങളെ തന്നെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അഡൾട്ട് ആയിട്ടുള്ള വ്യക്തി അയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അയാളുടെ ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസും മൂഡ് ചേഞ്ചസും അല്ലെങ്കിൽ റോങ് ഡൂയിങ്സും എല്ലാം എന്നുള്ളത് നിരന്തരം നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവരുടെ മൂഡ് എന്ന് പറയുന്നത് അവരുടെ ബർഡനാണ്, അവർ ക്യാരി ചെയ്യേണ്ട, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല, അത് നമ്മുടേതല്ല എന്നുള്ളത് നിരന്തരം നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ക്ലിയർ ആവാൻ സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്ര ഒരു ക്ലാരിറ്റി ഈ വീഡിയോ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തെത്തിച്ച് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാർസിസിസ്റ്റിക് അബ്യൂസ് വിക്ടിംസ് ആയിട്ടുള്ളവർക്കും അതിന്റെ സർവൈവേഴ്സ് ആയിട്ടുള്ളവർക്കും വേണ്ടിയിട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന പിയർ സപ്പോർട്ട് സെഷൻ ഇപ്പോൾ ഞാൻ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടുത്ത വീക്കിലേക്കുള്ള സ്ലോട്ട്സ് ഓപ്പൺ ആണ്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുക. ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരമായി കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു സെഷൻ ആയിരിക്കും അത്. എന്റെ കമ്മ്യൂണിറ്റി പേജിലും മറ്റ് വീഡിയോകളുടെ എല്ലാം താഴെ കമന്റ് സെക്ഷനിലും ഈ ഒരു ഫോം ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാക്സിമം ഫില്ല് ചെയ്ത് ഇതിന്റെ ഭാഗമാകും. നിങ്ങളുടെ എക്സ്പീരിയൻസുകളിൽ, നിങ്ങളുടെ എവിഡൻസുകളിൽ വിശ്വസിക്കുക. നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിന്റെ റിക്കവറിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും